ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിന്ന് ഞങ്ങളുടെ ഒരു ലഞ്ച് പ്രിപ്പറേഷനാണ് കാണിക്കുന്നത്. അൽഫാം വിത്ത് ഗാർലിക് സോസ്. ഇതിന് വേണ്ടിയിട്ട് ചിക്കൻ തൈ വിത്ത് ലെഗ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നും ഫാറ്റും ഒക്കെ കളയുന്നുണ്ട്. ഇത് 2 പീസസാണ് വരുന്നത് കേട്ടോ. ഏകദേശം 500 ഗ്രാം ഉണ്ട്. ഇത് എൻ്റെ റെസിപ്പി അല്ല കേട്ടോ. ഇത് ഇൻസ്റ്റയിലെ ആതിര സേതുമാധവൻ എന്നൊരു ക്രിയേറ്റർ ഉണ്ട്. അവരുടെ റെസിപ്പിയാണ്. അവരുടെ കുറേ നല്ല റെസിപ്പീസ് അവൈലബിൾ ആണ്. നിങ്ങൾ അവരുടെ പേജ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇത് ചിക്കൻ നല്ലോണം വാഷ് ചെയ്തിട്ട് എക്സസ് വാട്ടർ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചിക്കനിൽ നല്ല ഡീപ്പ് സ്ലിറ്റ്സ് ഇടുന്നുണ്ട്. മസാല ഉള്ളിൽ നല്ലോണം പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അൽഫാം എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ്. മന്തി ആൻഡ് അൽഫാം അതൊരു വികാരമല്ലേ നമ്മൾ മലയാളികൾക്ക്. പക്ഷേ ഇന്ന് സിമ്പിളായിട്ട് അൽഫാം പ്ലസ് ചപ്പാത്തി ആൻഡ് ഗാർലിക് സോസ് ആണ് ഞങ്ങളുടെ ലഞ്ച്. വെയിറ്റ് ലോസ് ജേർണിയിലാണെങ്കിൽ ഇത് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതിന് 2 മാരിനേഷനാണ് വരുന്നത്. 2 ടേബിൾ സ്പൂൺ യോഗേർട്ട്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ലൈം ജ്യൂസ്, 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ ആൻഡ് 1/2 ടീസ്പൂൺ സോൾട്ട്. ഇതൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത ശേഷം ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണേ. ഞാനിന്ന് എയർ ഫ്രയറിലാണ് കേട്ടോ ഇത് ഗ്രിൽ ചെയ്യാൻ പോകുന്നത്. റീസെൻ്റ്ലി ആണ് എയർ ഫ്രൈ യൂസ് ചെയ്തിട്ട് ഞാൻ കുറേ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുന്നത്. ഓരോന്നായിട്ട് ഞാനിനി അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ 30 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ സെക്കൻഡ് മാരിനേഷനുള്ള മസാല പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഇതിനായിട്ട് ഒരു 1/2 സവോള, ഒരു ചെറിയ തക്കാളി, 3 പച്ചമുളക്, ഒരു കൈപ്പിടി മല്ലിയില, ഒരു കൈപ്പിടി പുതിനയില, ഇതൊക്കെ ഒരു മിക്സർ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഫ്രിഡ്ജിൽ നിന്നും ചിക്കൻ എടുത്തിട്ട് ഈ പേസ്റ്റും കുറച്ച് സ്പൈസസും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിലുപയോഗിക്കുന്ന സ്പൈസസ് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒലിവ് ഓയിൽ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി ഈ സ്ലിറ്റിലൊക്കെ മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ മിനിമം 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം. ഓവർനൈറ്റ് വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ ആഫ്റ്റർ 3 മണിക്കൂർ ഈ പ്രീഹീറ്റ് ചെയ്ത എയർ ഫ്രയറിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ്സ് വീതം 2 സൈഡും കൂടെ 30 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് 200 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് തിരിച്ചിട്ടിട്ട് വീണ്ടും 5 മിനിറ്റ് കുക്ക് ചെയ്യണം. അപ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു ഗാർലിക് സോസും ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ യോഗേർട്ടിൽ 6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ 1 ടീസ്പൂൺ ഹണി, 1/2 ടീസ്പൂൺ സോൾട്ട്, പിന്നെ 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ, ഇതും കൂടി ഇട്ട് മിക്സ് ചെയ്ത ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ഡിപ്പും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽഫാമും ഗാർലിക് സോസും കൂടെ ഞങ്ങളുടെ ലഞ്ച് ഉഷാറായിട്ടോ.